ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഈ ഇടപാട് മറ്റാരും അറിയരുത്. സെൽവനെ ഏൽപ്പിച്ച ഒരു കാര്യം വേറെ ഒരു ജീവിയിലേക്കും പോവില്ല. സാർ ധൈര്യമായിട്ടിരുന്നു. അനിയൻ സാറേ കരുത്തനാ, അത് നിനക്ക് ബോധ്യപ്പെട്ടതാണല്ലോ. അവസാനം ദൈവം തന്നെ നിങ്ങളെ ഒന്നിച്ചു ചേർത്തോളും. അധികം വൈകില്ലെന്ന എന്റെ മനസ്സ് പറയുന്നേ. പക്ഷെ ഇനിയും ഉറങ്ങാൻ വൈകിയാലേ നാളെ കട തുറക്കാൻ പറ്റില്ല. ഉദ്ഘാടനാണ്, അത് കൊളാക്കാൻ പറ്റില്ല. വാ, വന്ന് കിടന്നുറങ്ങാൻ നോക്കേ. വന്നേ ചെല്ല്. നവീൻ എന്താ വിളിച്ചത്? അമ്മാവനോടെയായിരുന്നു. അതെ, ഞാൻ പുറത്തു പോയപ്പോ കഴിക്കാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചോണ്ട് വന്നായിരുന്നു. അതൊന്ന് ടേസ്റ്റ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. സുഖമാണല്ലോ അല്ലേ? പിന്നെ പരമസുഖം. അതും ഈ കളരിക്കൽ തറവാട്ടിലെ ആൾക്കാരെ കുറിച്ച്, പ്രത്യേകിച്ചും കളരിക്കൽ തറവാട്ടിലെ ആൾക്കാരെ കുറിച്ച് ചോദിക്കുമ്പോ പിന്നെ അതിന്റെ സുഖം. ശരീരത്തിന് സുഖമാണോന്നല്ല, തലയ്ക്ക് സുഖമാണെന്നാ ചോദിച്ചത്. ഈ രണ്ടെണ്ണത്തിന് ഉപദേശിച്ചിട്ടോ ശകാരിച്ചിട്ടോ കാര്യമില്ലാത്തോണ്ടാ അമ്മാവനെ ഞാനിപ്പോ ഇങ്ങോട്ടേക്ക് വിളിച്ചത്. അമ്മാവന്റെ മകൾക്ക് ഇപ്പൊ എത്ര വയസ്സായി? എത്ര വയസ്സായി നിർമ്മലേ? മതി, അവളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് അത്രയല്ലേ ബോധമുള്ളൂ. ഏതൊരാൾക്കും അച്ഛനാവാം, പക്ഷെ അച്ഛനെന്ന പദവിയോട് ഒരു മിനിമം മര്യാദയെങ്കിലും കാണിക്കണം. സ്വന്തം മകള് കാണിക്കുന്ന കുരുത്തക്കേടുകൾ തിരിച്ചറിയണം. എനിക്കൊന്നും മനസ്സിലായില്ല. ഇവളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും? എല്ലാരും കൂടെ ചേർന്ന് നടത്തുന്ന പല നാടകങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ അവളെന്റെ ഫോൺ എടുത്തു, അതിലൊരു നമ്പറിലേക്ക് കോൾ ചെയ്തു. ഇതെന്റെ ഓഫീസിൽ വെച്ച് എന്റെ സുഹൃത്തുക്കളിൽ ആരെങ്കിലും ആണ് ഇത് ചെയ്തിരുന്നെങ്കിൽ ആ നിമിഷം ഞാൻ അവരുടെ ചെകിടത്തടിച്ചാണ്. ആ നിമിഷം ഞാൻ അയാളുമായിട്ടുള്ള ബന്ധവും കട്ടിയതാണ്. നീ എന്തിനാണ് ഈ നവീന്റെ ഫോൺ എടുത്തത്? നിന്റെ ഫോൺ എന്ത് ചെയ്ത്? കേടായി പോയാ? അങ്ങനെയാണെങ്കിൽ എന്റെ ചോദിച്ചാൽ ഞാൻ എന്റെ ഫോൺ നിനക്ക് തരില്ലായിരുന്ന? ഓ, മോൾക്ക് നവീന്റെ ഫോൺ കണ്ടപ്പോ ഒരു കൗതുകം തോന്നിയല്ലേ? അതാണ് നവീൻ മോന്റെ വില പിടിച്ച ഫോൺ കണ്ടപ്പോ അവക്ക് കൗതുകം തോന്നി. അതാ ഈ പൊട്ടങ്ങളി ഉണ്ടല്ലോ, അത് എന്റെ മുന്നിൽ വേണ്ട. എന്റെ പേഴ്സണൽ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നില് ഈ നിൽക്കുന്ന 3 പേരിൽ ആരെങ്കിലും ഇടപെട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, അച്ഛന്റെ അമ്മയുടെ മുത്തശ്ശിയുടെ കാല് പിടിച്ചിട്ട് പിന്നെ ഒരു കാര്യം ഉണ്ടാവില്ല. ഇവിടുന്ന് അടിച്ച് പുറത്താക്കാനുള്ള അവകാശം ഈ നവീനുണ്ട്. ഞാനത് ചെയ്തിരിക്കും. മനസ്സിലായോ? ആ ഫോണെന്ന് എടുത്തല്ലേ ഉള്ളൂ. അവളുടെ കൈതൊട്ടി ഒരു കോള് പോയി. അതിന് എത്ര വലിയ സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ എത്ര സംസാരിക്കണം? ഞാൻ എന്തൊക്കെ സംസാരിക്കണം, ഞാൻ ആരോടൊക്കെ സംസാരിക്കണമെന്ന് അമ്മായി ഇങ്ങോട്ട് എഴുതി തനിക്ക്. ഞാനത് അനുസരിച്ചേക്കാം. മനുഷ്യരെ അല്പം നാണോ മാനൊക്കെ വേണ്ടേ? എന്തിനാ നിങ്ങൾ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത്? പറഞ്ഞത് കേട്ടല്ലോ. ഇനി ഒരു തവണ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായ പിന്നെ ഒന്നിനും ഞാൻ മടിക്കത്തില്ല. എന്തോന്നാ നിർമ്മല ഇത്? നാട്ടുകാരോട് കിട്ടാനുള്ളത് മുഴുവൻ ഇടയ്ക്കിടയ്ക്ക് നീ കിട്ടുന്നുണ്ട്. ഇനി ഈ വീട്ടുകാരിൽ നിന്ന് കൂടി വാങ്ങിച്ചു തരാനാണോ നിന്റെ പുറപ്പാട്? നിങ്ങളൊന്ന് മിണ്ടായിരിക്കുന്നുണ്ടോ? അവളത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ കാര്യമുള്ളതുകൊണ്ടാ. ഇപ്പൊ മനസ്സിലായി. കെണി വെച്ചത് നീ, കുടുങ്ങിയത് ഞാൻ. എടി, നവീൻ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ? ഞാൻ ഒരു പണിക്കും പോകാതെ ഇവിടെ ഉണ്ടിറങ്ങി ജീവിക്കുകയാണെന്നു. എടി നീ ഒന്ന് ആലോചിച്ച് നോക്ക് നിർമ്മലെ. ഒരല്പമെങ്കിലും നാണോ മാനോ ആത്മാഭിമാനോ ഉള്ള ആളുകളാണെങ്കിൽ നെഞ്ചു തുളച്ചു പോകൂലേ അത് കേട്ടാ? പിന്നെ ഞാനായതുകൊണ്ട് കുഴപ്പമില്ല. ശെൽവണ്ണ, ഇതെന്താ ഇടപാട്? കാര്യം എന്താണെന്നൊന്നും എനിക്കറിയില്ലടാ. കൃഷ്ണമൂർത്തി സാർ വിളിച്ച് ഒന്ന് കാണണമെന്ന് പറഞ്ഞു. എന്തോ കൊട്ടേഷനാ. അയാൾ അനിയൻ സാറിനോട് നടക്കുന്ന ആളല്ലേ? എന്തേലും പണിയാനുള്ള പരിപാടി ആയിരിക്കും അച്ഛനെ. ആള് വരട്ടെ, അപ്പൊ നമുക്കറിയാലോ. മൂർത്തി സാറ് വന്നിട്ട് നീ ഒന്നും മിണ്ടുന്നില്ല. എന്താ സെൽവ, നിന്റെ കൂടെ ഇവ മാത്രമേ ഉള്ളൂ? ഒരു പണി ഏൽപ്പിച്ച അത് ചെയ്യാൻ പറ്റിയ പിള്ളേരൊന്നും ഇല്ലേ? സാർ പണി എന്താണെന്ന് വെച്ചാ പറ. ഒരാളെ ഈ നാട്ടിൽ നിന്ന് ഓടിക്കണം. ചെയ്താൽ നിനക്ക് കൈ നിറയെ കാശ് തരാം. വളരെ
ആദ്യം നീ ഇത് പിടിക്ക്, അഡ്വാൻസ്. ഇനി ഞാൻ ആളെ പറയാം. അനിയൻ സാറ്. ഏ? അനിയൻ സാറോ? അനിയൻ സാറ് നിങ്ങളുടെ മുതലാളിയല്ലേ? പിന്നെന്താ ഇങ്ങനെ ഒരു ഉദ്ദേശം? എന്റെ ഉദ്ദേശം എന്താണെന്ന് തൽക്കാലം സെൽവൻ അറിയണ്ട. നിനക്ക് പറ്റൂല്ലയോ അത് പറ. സാറേ, അനിയൻ സാറും ഞാനും തമ്മിലൊന്ന് കോർത്തതാ. അക്കാര്യം സാറിനും അറിയാലോ. സാറിന് അനിയൻ സാറിനോടുള്ള പക എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ സെൽവന് പകയുണ്ട്. സാറിന്റെ ചെലവേ അതങ്ങ് തീരുമെങ്കിൽ സെൽവന് സന്തോഷമേ ഉള്ളൂ. തല്ലി കൈയും കാലും ഒടിച്ച് ഈ നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാക്കണം. ഈ ഇടപാട് മറ്റാരും അറിയരുത്. സെൽവനെ ഏൽപ്പിച്ച ഒരു കാര്യം വേറെ ഒരു ജീവിയിലേക്കും പോവില്ല. സാർ ധൈര്യമായിട്ടിരുന്നു. അനിയൻ സാറേ കരുത്തനാ, അത് നിനക്ക് ബോധ്യപ്പെട്ടതാണല്ലോ. എന്തെങ്കിലും ഒരു പാളിച്ച പറ്റിയ അത് എനിക്കുകൂടി അപകട. ഒരു പാളിച്ചയും പറ്റില്ല സാറേ. സെൽവൻ കൈ തന്നു. നാളെ തന്നെ ഈ കാര്യം ഞാൻ ചെയ്തിരിക്കും. അതെന്റെ ഉറപ്പ്. ഭഗവാനെ, അലഞ്ഞും തിരിഞ്ഞും ഒടുവിൽ എവിടെയെങ്കിലും കാലുറപ്പിക്കാന്നുള്ള അവസ്ഥയായിരിക്കെ. ഇനിയെങ്കിലും എന്റെ മോൾക്ക് സ്വസ്ഥത ഉണ്ടാക്കി കൊടുക്കണേ. അവള് മനസ്സിലാഗ്രഹിച്ചതൊക്കെ നേടിക്കൊടുക്കണേ. കൃഷ്ണേ, നിലവിളക്ക് കത്തിച്ച് കട ഉദ്ഘാടനം ചെയ്യുന്നത് അമ്മയാ. പക്ഷേ ആദ്യത്തെ ടിക്കറ്റ് ആർക്കാ കൊടുക്കുന്നേ? അതിൽ ഇനി സംശയമുണ്ടോ? ആദ്യത്തെ ടിക്കറ്റ് കൊടുക്കുന്നത് അനിയ സാറിന് തന്നെയായിരിക്കണം. അപ്പൊ പിന്നെ രണ്ടുപേരും കൂടി ഉദ്ഘാടനം ചെയ്ത് തുടക്കം കുറിച്ചു എന്നാവുമല്ലോ. അത് മതി. അപ്പൊ പിന്നെ മനസ്സിലൊരു ചെറിയ പ്രശ്നം പോലും ബാക്കിയുണ്ടാവില്ല. നമുക്കിറങ്ങാം മോളെ. വാ. ചെലവണ്ണ, ആ കൃഷ്ണമൂർത്തി ഒരു കാഞ്ഞ വിത്ത. കൂടെ നടക്കണ മുതലാളിയെ നമ്മളെ കൊണ്ട് കൈകാര്യം ചെയ്യിക്കണമെങ്കിൽ അയാൾക്ക് കാര്യമായിട്ട് എന്തോ ഉണ്ട്. അതൊക്കെ എന്തിനാടാ നമ്മൾ നോക്കണേ? നമ്മളോട് പറഞ്ഞ പണി ചെയ്താ പോരെ? അയാളുടെ നേട്ടം എന്താണെന്ന് നമുക്ക് അറിയണമെന്നാ. അതിനനുസരിച്ച് വേണം പണി നടത്തിയിട്ട് അയാളിൽ നിന്ന് കാശ് വാങ്ങിക്കാൻ. കേട്ടാ? അതൊന്നും നീ മേടിക്കണ്ട. ഈ കാര്യം നടത്തി കൊടുത്താ നല്ലൊരു തുക നമുക്ക് കിട്ടും.